ഈ പ്രാവശ്യം അധികം പഴുക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പാൽവായൊക്കെ റെഡിയാക്കി എടുത്താലോ. ഈ പാൽവായൊക്കെ ഇല്ലേ, അധികം പഴുത്ത പഴം റെഡിയാവുമല്ലോ കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാം കൂടി കുഴഞ്ഞ് മറിഞ്ഞ് എന്തൊക്കെയോ ആയി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു മീഡിയം പഴുപ്പുള്ള പഴം എപ്പോൾ എടുക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പാൽവായൊക്കെ അപ്പാണ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുത്താലോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് നല്ലപോലെ എന്താ പറയുക, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്താലില്ലേ പെട്ടെന്ന് തന്നെ വേഗം സൈഡിലേക്ക് മാറ്റി വെച്ചോ കേട്ടോ. ഇല്ലേ പിന്നെ നമ്മളൊന്ന് തിരിഞ്ഞ് വരുന്നപ്പോഴത്തേക്കില്ലേ ഇതിലൊന്നും ബാക്കി ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതാ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അധികം കളർ മാറിയിട്ട് കരിക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനിപ്പോൾ ചവ്വരി 1 കപ്പ് വേവിച്ചതാണ്. ചവ്വരി സാബുനരി അങ്ങനെയൊക്കെ പറയും കേട്ടോ. അതാണ് സാഗോ സീഡില്ലേ, അത് സംഭവം. അതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, മധുരം നോക്കിയിട്ട് അതൊക്കെ നമ്മളെ ഇഷ്ടം പോലെ കേട്ടോ. കുറച്ച് ഏലക്കതിൻ്റെ പൊടിയും കൂടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക. കരിഞ്ഞ് പോകാൻ ശ്രദ്ധിക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിം മാത്രം മതി. എന്നതിന് ശേഷം നല്ലോണം തിക്കായി ഒന്ന് കുറുകി വരും കേട്ടോ. ഈ സാബുനരി ആയതുകൊണ്ട് പെട്ടെന്ന് തിക്കായി വരും. പിന്നെ നമ്മൾ തിളപ്പിച്ച് ഊറ്റി മാറ്റുമ്പോൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചാൽ അത് അധികം ഇതിന് സ്റ്റാർച്ചില്ലാണ്ട് നല്ലോണം കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പഴവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള പാൽവായ്ക്ക റെഡിയാണ്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.